ഇന്നത്തെ സ്റ്റോറിയുടെ പേര് പ്രിയം. കനൽ വഴിയിൽ നിന്നും തണലിലേക്ക്. ഇരുളടഞ്ഞ നാളുകൾ, കണ്ണുനീരിൻ്റെ കഥ. ജീവിതം ചിലപ്പോഴൊക്കെ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ഇടങ്ങളിൽ വെച്ചായിരിക്കും. ഈ നമ്മുടെ കഥാപാത്രമായ പ്രിയയുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. മദ്യപാനിയായ ഭർത്താവിൻ്റെ ക്രൂരതയും അമ്മായിയമ്മയുടെ വിഷം നിറഞ്ഞ കുത്തുവാക്കുകളും ഒരു പെണ്ണിന് എത്ര കാലം സഹിക്കാനാകും? ഒടുവിൽ സഹികെട്ട് സ്വന്തം ചോരയല്ലേ എന്ന് കരുതി അവൾ തൻ്റെ വീടിൻ്റെ പടികൾ കയറി വന്നു. എന്നാൽ വിട്ടതിനേക്കാൾ ദുഷ്കരമാണ് കയറി വന്നിടം എന്ന് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത്. ആദ്യത്തെ കുറച്ചു ദിവസം എല്ലാവരും അവളോട് സ്നേഹം അഭിനയിച്ചു. എന്നാൽ പതുക്കെ പതുക്കെ ആ വീടിൻ്റെ മട്ടുമാറി. ഏട്ടൻ്റെയും അമ്മയുടെയും നാത്തൂൻ്റെയും നോട്ടം കൂർത്ത അമ്പുകൾ പോലെ അവളെ മുറിപ്പെടുത്തി. കെട്ടിച്ചു വിട്ട പെണ്ണ് അവിടെ എങ്ങനെയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടായിരുന്നോ എന്ന ചോദ്യം ഓരോ നേരവും ഭക്ഷണത്തിനൊപ്പം അവൾക്ക് തൊണ്ടയിൽ തടഞ്ഞു നിന്നു. വെളുപ്പിന് 4 മണിക്ക് തുടങ്ങുന്നതാണ് പ്രിയയുടെ ജീവിതം. വീട് തൂക്കലും തുടയ്ക്കലും അലക്കലും ഒക്കെ അവളുടെ മാത്രം ചുമതലയായി മാറി. അടുക്കളയിൽ പുകയേറ്റു കണ്ണീർ വാർക്കുമ്പോഴും ഡൈനിങ് ടേബിളിലിരുന്ന് ചിരിച്ചുല്ലസിച്ചു അവൾ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്ന മറ്റുള്ളവരെ നോക്കി അവൾ നെടുവീർപ്പിട്ടു. എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന ഒരിറ്റ് തണുത്ത ചോറ് അവൾ കഴിക്കുമ്പോഴും ആരും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നില്ല. വേലക്കാരിക്ക് എന്തിനാ കൂലി എന്ന മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റം. സകല പണികളും എടുത്ത് നടുവൊഴിയുമ്പോഴും നാത്തൂൻ കീർത്തിയുടെ കുത്തുവാക്കുകൾക്ക് കുറവൊന്നുമില്ലായിരുന്നു. നീ ഈ വീട്ടിൽ സൗജന്യമായി താമസിക്കുകയാണെന്ന ബോധം വേണം എന്ന പരിഹാസം കേട്ട് ഓരോ രാത്രിയിലും തലയിണയിൽ മുഖമമർത്തി അവൾ കരഞ്ഞു തീർത്തു. അവളുടെ ആത്മവിശ്വാസം ഓരോ ദിവസവും തകർന്നു വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെയിരിക്കെ പ്രിയയുടെ ജീവിതത്തിലെ കറുത്ത നിഴലുകൾ മാഞ്ഞു തുടങ്ങിയത് ശരത്തിൻ്റെ വരവോടെയായിരുന്നു. എല്ലാവരും അവളെ ഒരു വേലക്കാരിയായും ഭാരമായും കണ്ടപ്പോൾ ശരത് അവളിലെ തകർന്ന പെണ്ണിനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. വിവാഹം കഴിഞ്ഞ് വിവാഹത്തിന് ശേഷം 1 മാസത്തിന് ശേഷം അവർ പ്രിയയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. സന്തോഷത്തോടെ അവർ ഒരുമിച്ചു കഴിയുകയാണ് അന്നത്തെ ആ വീട്ടിൽ. സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്ന പ്രിയയെ കണ്ടപ്പോൾ കീർത്തിക്ക് സഹിച്ചില്ല. അവൾ ചോദിച്ചു, എന്താ പ്രിയേ, നിന്റെ 1ാം ഭർത്താവിനെ പോലെ ഇയാളും നിന്നെ കളഞ്ഞിട്ട് പോകുമോ? ആ വാക്കുകൾ കേട്ട് പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ശരത് അവളുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചിക്ക് തെറ്റിപ്പോയി. പ്രിയയ്ക്ക് ജീവിതത്തിൽ ഒരേയൊരു ഭർത്താവേ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ ശരത്താണ്. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന ഇവൾ എൻ്റെ ഭാഗ്യമാണ്. ഇവളെ ഞാൻ എങ്ങനെയാ കളയുക? പ്രിയയുടെ മുഖത്തേക്ക് ശരത് അരുമയായി ഉറ്റുനോക്കി. കീർത്തിയുടെ മുഖം അത് കണ്ട് വിളറി വെളുത്തു. പക്ഷെ ശരത് നിർത്തിയില്ല. ചേച്ചിയുടെ ഈ കയ്യിലിരിപ്പ് വെച്ച് ചേട്ടൻ ചേച്ചിയെ കളയാതെ നോക്കിക്കോ, അതാകും ചേച്ചിക്ക് നല്ലത് എന്നുകൂടെ ശരത് കൂട്ടിച്ചേർത്തു. അപമാനിക്കാൻ നോക്കിയവരുടെ മുന്നിൽ തല ഉയർത്തി ശരത്തിൻ്റെ തണലിൽ പ്രിയ ആ വീടിൻ്റെ പടികളിറങ്ങി. സ്നേഹമുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഏത് കനൽ വഴിയും പൂമഴയാകുമെന്ന് അവൾ അന്ന് തിരിച്ചറിഞ്ഞു.